പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിൻ്റെ വിദ്യാഭ്യാസ ബോധന വിഭാഗം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വളരെ കാലിക പ്രസക്തമായ ഈ സെമിനാറിൽ സംബന്ധിച്ച് നിങ്ങളെ സംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ധിയിലാണ്. ഞാൻ എൻ്റെ കൃതജ്ഞതയും അഭിവാദ്യങ്ങളും ഇവിടെ അർപ്പിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും ഒക്കെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഫാഷിസം എന്ന് പറയുന്ന അതിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രമായിട്ടുള്ള ബ്രാഹ്മണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം, ബ്രാഹ്മണ്യവാദം അല്ലെങ്കിൽ ബ്രാഹ്മണികവാദം, ബ്രാഹ്മണിക ആൺകോയ്മയുടെ വ്യവഹാരം, അതിനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഫാഷിസം എന്ന് വിളിക്കാവുന്നത്. നിരവധി പഠനങ്ങൾ അംബേദ്കർ മുതൽ ഇങ്ങോട്ട് നിരവധി വൈജ്ഞാനികമായ സാമൂഹ്യശാസ്ത്ര ചരിത്രപരമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഈ ഹിന്ദുയിസത്തെ അപനമിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ചരിത്ര സാമൂഹ്യശാസ്ത്ര പഠിതാക്കൾ, രാഷ്ട്രീയ വിമർശകർ, ചിന്തകർ ഒക്കെ തന്നെ അംബേദ്കറാണ് ആധുനിക കാലത്ത് അത് ഇംഗ്ലീഷിൽ കൊണ്ടുവന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതിന്റെ ഈ വിമർശ പാരമ്പര്യം ഇന്ത്യൻ സമഗ്രാധിപത്യത്തിന്റെ ജാതി വർണ്ണ വ്യവസ്ഥിതിയുടെ ബ്രാഹ്മണിക ആൺകോയ്മയുടെ വിമർശം എന്ന് പറയുന്നത് അതിന് വളരെ പഴക്കം ഉള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ അത് ബുദ്ധനിലാണ് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, ചരിത്രത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വലിയൊരു ആധാര സ്രോതസ് എന്ന് പറയുന്നത് അംബേദ്കർ തന്നെ ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ ആധുനിക ജനായത്ത രാഷ്ട്രത്തിന്റെ നിർമ്മാതാവ് എന്ന് പറയുന്ന അതിന്റെ ഭരണഘടനയുടെ വാസ്തുശില്പി, മുഖ്യ വാസ്തുശില്പിയും ഇന്ത്യയുടെ ആദ്യത്തെ നീതി നിയമ വകുപ്പ് മന്ത്രിയുമായിരുന്ന മെമ്പർ ഓഫ് പാർലമെന്റും അടക്കമായിരുന്ന ബാബാ സാഹേബ് അംബേദ്കർ ആണ് യഥാർത്ഥത്തിൽ ആധുനിക കാലത്ത് ഇംഗ്ലീഷിൽ ഹിന്ദുയിസത്തിന്റെ വിമർശം ഏറ്റവും വിപുലമായ രീതിയിൽ, സൂക്ഷ്മമായ രീതിയിൽ, രാഷ്ട്രീയ ജാഗ്രതയോടുകൂടി അവതരിപ്പിച്ചത് നമുക്കറിയാം. അപ്പൊ അത് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അംബേദ്കറെ ആദ്യം അവതരിപ്പിക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അംബേദ്കറെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് അദ്ദേഹം വന്ന സമയത്ത് തന്നെ 1940-കളുടെ മധ്യത്തിൽ തന്നെ അംബേദ്കറെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തുറന്ന് അദ്ദേഹത്തെ പുരസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ട് സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിൽ ബാബാ സാഹേബിന്റെ മതത്തെ അല്ലെങ്കിൽ ബാബാ സാഹേബിന്റെ പുതിയ ജനായത്വ ചിന്തയെ ഇവിടെ വളരെ രൂഢമൂലമാക്കി കേരള ഭാഷയിലും സംസ്കാരത്തിലും പൊതുസമൂഹത്തിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കൂടി കൊണ്ടുവന്നു. അപ്പോ ഇവരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇന്ത്യൻ ഫാഷിസത്തിന്റെ വിമർശം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള കാലത്താണ്. ഇവരൊക്കെ തന്നെ അവരുടെ മാസ്റ്ററായി കാണുന്നത് അംബേദ്കർ തന്നെ പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു, എന്റെ മാസ്റ്ററായിട്ടുള്ള, എന്റെ പ്രധാന ഗുരുവായിട്ടുള്ള മാസ്റ്ററായ ബുദ്ധനിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം സ്വീകരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഈ ആധുനിക ജനായത്ത മൂല്യങ്ങൾ, അതുപോലെ തന്നെ ജനായത്ത ക്രമം, പാർലമെന്ററി സംവിധാനം അടക്കമുള്ള ജനായത്തത്തിന്റെ ചിട്ടവട്ടങ്ങൾ ഒക്കെ തന്നെ ഞാൻ സ്വീകരിക്കുന്നത് എന്റെ മാസ്റ്ററായിട്ടുള്ള ബുദ്ധനിൽ നിന്നാണ് എന്ന് അംബേദ്കർ തന്റെ ജീവിതാന്ത്യത്തിൽ ആവർത്തിച്ച് BBC-യിലും ഓൾ ഇന്ത്യ റേഡിയോയിലും നടത്തിയ പ്രഭാഷണങ്ങളിൽ വ്യക്തമാക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധനിലാണ് ഈ ബ്രാഹ്മണ്യത്തിന്റെ നിശിതമായ നൈതികമായ വിമർശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനു മുമ്പുള്ള ശ്രവണ പാരമ്പര്യത്തിൽ സിന്ധു നാഗരികതയിൽ നിന്ന് വരുന്ന ലോകത്തെ ഏറ്റവും പഴക്കമുള്ള നാഗരിക സഭ്യതകളിലൊന്നായിട്ടുള്ള സിന്ധു നാഗരികത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ ഈ സിന്ധു എന്ന് പറയുന്നത്. ഹിന്ദു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സിന്ധുവിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അറബികളും പേർഷ്യക്കാരുമാണ് അവരുടെ ഭാഷയിൽ അതിനെ ഹിന്ദു, അൽ ഹിന്ദ് എന്ന് വിളിച്ചതും ഹിന്ദു കുഷ് എന്ന് പറയുന്ന പർവ്വതനിരകളെ കുറിച്ച് വിവരിച്ചതും ഒക്കെ തന്നെ.
അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ വാക്ക് പോലും, ഹിന്ദു എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്തതാണ്. ഇവിടുത്തെ ഇപ്പോഴത്തെ ഹൈന്ദവം എന്ന് പറയുന്ന ശ്രുതി പുരാണ പാഠങ്ങളിലൊന്നും തന്നെ ഇല്ലാത്ത ഒരു വാക്കാണ് ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ആധുനിക കാലത്ത് മാത്രമാണ്. ബ്രിട്ടീഷുകാരുടെ അടക്കം വരവിന് ശേഷം അവർ ഒരു ഹിന്ദു നിയമാവലി, ഹിന്ദു കോഡും ഒക്കെ തന്നെ, ഹിന്ദു ലോ എന്ന് പറയുന്ന ഒരു നിയമമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് 19ാം നൂറ്റാണ്ടിൽ മാത്രം നടപ്പിലായ ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ ഹിന്ദു. അപ്പൊ അതിനു മുമ്പുള്ളത് ഉണ്ട്, വൈദിക മതം എന്ന് പറയുന്ന ബ്രാഹ്മണിസമാണ് അതിനു മുമ്പ് ഉള്ളത്. അതിന്റെ പഴക്കം പല രീതിയിലാണ്. ഇത് ക്ലെയിം ചെയ്യുന്നത്, ബ്രാഹ്മണിസ്റ്റുകൾ ക്ലെയിം ചെയ്യുന്നത് അത് BC 1500 ഉള്ള BC 1000 മുതൽ പുറകോട്ട് 1500 വരെയൊക്കെ പോകുന്ന കാലമാണ് വൈദിക കാലം എന്ന് വൈദിക വക്താക്കൾ, വൈദിക മതത്തിന്റെ, ബ്രാഹ്മണ മതത്തിന്റെ ആൾക്കാർ അവർ ക്ലെയിം ചെയ്യും. അതിന് കൃത്യമായ പുരാവസ്തു ലിഖിത എപ്പിഗ്രാഫിക്കൽ തെളിവുകളൊന്നുമില്ല, പക്ഷെ അവരങ്ങനെ പിന്നെ പറയുന്നു. അപ്പൊ ഏതായാലും ബുദ്ധന് മുമ്പ് ഈ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ബുദ്ധൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിന് 600 വർഷം മുമ്പാണ് ജീവിച്ചത്. BCE എന്ന് പറയുന്ന ബിഫോർ കോമൺ ഇറയിൽ 600 വർഷം പുറകിലേക്ക് ക്രിസ്തുവിന് പിന്നിലേക്ക് പോയാലാണ്, ആ കാലത്താണ് ബുദ്ധൻ ജീവിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലമായപ്പോഴത്തേക്കും ഈ വൈദികരുടെ വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്ന സനാതന ധർമ്മം എന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കല്ലാൻ ചൊല്ലുകയാണ്. അദ്ദേഹത്തിനെതിരെ നൂറുകണക്കിന് കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞ ഈ വൈദിക വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്ന ഈ സനാതന ധർമ്മം എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ബ്രാഹ്മണിസ്റ്റുകൾ പാടിക്കൊണ്ട് നടക്കുന്ന ഈ പുരാണങ്ങളുടെ, ഈ സ്മൃതി പുരാണങ്ങളുടേതായിട്ടുള്ള ഈ മതം എന്ന് പറയുന്നത് അന്നത്തേക്ക് ഏറ്റവും അഴുകിയ ജീർണിച്ച അവസ്ഥയിൽ വടക്കേ ഇന്ത്യയിൽ ബുദ്ധൻ ജനിച്ചത്. അവിടെ ഈ പിന്നെ ഹിമാലയൻ ഫുഡ് ഹിൽസിലുള്ള, നേപ്പാൾ തരായിക്ക് അടുത്തുള്ള ബീഹാറിന്റെ ബോർഡറിലുള്ള കപിലവസ്തു എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ശാക്യ മൂപ്പന്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ശുദ്ധോധനന്റെ മകൻ. മാതാവ് മായാദേവി അല്ലെങ്കിൽ മഹാമായ, അവരാണെങ്കിൽ ഗോലിയ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ശുദ്ധോധനാകട്ടെ ശാക്യ എന്ന് പറയുന്ന വംശത്തിൽ, ക്ലാനിൽ പെടുന്നവരാണ്. വംശം എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്രൈബൽ ഗ്രൂപ്പുകളാണ്, സാമൂഹ്യ വിഭാഗങ്ങൾ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ചാതുർവേദത്തിന്റെ പ്രത്യയശാസ്ത്രം അവരന്ന് അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത്, അദ്ദേഹം ജനിക്കുന്ന കാലത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു വടക്കേ ഇന്ത്യയിൽ ഈ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ വ്യവസ്ഥ. അത് ജാതി വ്യവസ്ഥയായിട്ട് അധപ്പതിച്ചിരുന്നു. ആ ഭീകരത കൊണ്ട് തന്നെയാണ് ബുദ്ധൻ നിഷേധിച്ചത് ജാതി വ്യവസ്ഥയെ. അതിന്റെ ആധാരമായിരിക്കുന്ന ഈ വൈദിക പാഠങ്ങളിലുള്ള വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയെ അത് വെച്ചിരിക്കുന്നതാണെങ്കിൽ വേദങ്ങളിലാണ്. ആദിവേദം എന്ന് ഹിന്ദുക്കളുടെ ആദിവേദമായ, ബ്രാഹ്മണരുടെ ആദിവേദമായിട്ടുള്ള ഋഗ്വേദത്തിൽ 10ാം മണ്ഡലത്തിലാണ് പുരുഷ സൂക്തം എന്ന് പറയുന്ന ഒരു മണ്ഡലം, ഒരു വലിയ ബൃഹത് അധ്യായത്തിലാണ് ഇത് കയറ്റിവെച്ചിരിക്കുന്നത്. അവിടെ ദൈവത്തെ തന്നെ ഒരു പുരുഷനായി സങ്കല്പിക്കുന്നു. ആ വിരാട് പുരുഷന്റെ അല്ലെങ്കിൽ ബ്രഹ്മപുരുഷന്റെ വിവിധ ശരീരഭാഗങ്ങളിലൂടെ ചാതുർവർണ്ണികൾ ഉണ്ടാകുന്നതായിട്ടൊരു ഉത്ഭവ കഥ കൊണ്ടുവന്നിരിക്കുന്നു. അതിനാണ് പുരുഷ സൂക്തം എന്ന് പറയുന്നത്. ഇതെല്ലാം അപൗരുഷയം, മനുഷ്യന് സാധ്യമല്ലാത്ത, അതെല്ലാം ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദം. അപൗരുഷയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദം എന്ന് പറയുന്നത് അനിഷേധ്യമായി ബഹുജനങ്ങളുടെ തലയിലേക്ക് അല്ലെങ്കിൽ ചുമലിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതാ പുരുഷ സൂക്തത്തിൽ പറയുന്നു. ഇങ്ങനെയാണ് ബ്രാഹ്മണന്റെ മുഖത്തുകൂടി, വായിലൂടെ ഉണ്ടായവർ ബ്രാഹ്മണർ, കരങ്ങളിലൂടെ ക്ഷത്രിയർ, തുടയിൽ നിന്ന് വൈശ്യർ, പാദത്തിൽ നിന്ന് കാലടികളിൽ നിന്ന് ശൂദ്രർ പിറന്നു. അതുകൊണ്ട് അവർ ഈ ത്രൈവർണികരുടെ മുകളിലുള്ള ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരുടെ ത്രൈവർണികരുടെ ആജീവനാന്ത അടിമകളും ദാസന്മാരുമായി കഴിച്ചു കൂട്ടിക്കൊള്ളണം. ഇങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം. അപ്പൊ ഇതിനാണ് ഈ ചാതുർവർണ്ണ്യ പദ്ധതി, വൈദിക ഋഗ്വേദ പുരുഷ സൂക്തത്തിലെ ചാതുർവർണ്ണ്യ പദ്ധതി എന്ന് പറയുന്നത്. ഇത്ര അസംബന്ധ ജടിലമായ മറ്റൊരു കഥയില്ല. നാരായണഗുരു കേരളത്തിൽ ചോദിച്ചത്, 20ാം നൂറ്റാണ്ടിൽ ചോദിച്ചത് എന്താ മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണ് എന്നാണ് ചോദിച്ചത്. ഈ ബ്രഹ്മപുരുഷന്റെ സ്ത്രീകളുടെ യാതൊരു സഹായവും ഇല്ലാതെ, നമുക്കറിയാം മനുഷ്യവംശത്തിനാകട്ടെ സസ്തനികൾ എല്ലാവരും തന്നെ അവരുടെ സ്ത്രീകളിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അല്ലാതെ മുട്ടയിട്ട് വിരിഞ്ഞ് ദ്വിജരായി ഉണ്ടാകുന്നവരല്ല. അപ്പൊ നമുക്കറിയാം, അതിരിക്കെയാണ് ഇതിനെ ആദ്യം ചോദ്യം ചെയ്തത് ബുദ്ധനാണ്.
ബുദ്ധനാണ് ചോദിക്കുന്നത്, എന്ത് അസംബന്ധമാണ് ഈ ബ്രാഹ്മണർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? പുരുഷന്റെ വായിലൂടെയും തുടയിലൂടെയും ശരീരഭാഗങ്ങളിലൂടെയും മനുഷ്യരുണ്ടാകുന്നതായി പറയുന്നു. ഇതെന്തൊരു അസംബന്ധമാണെന്ന് ആദ്യം ചോദ്യം ചെയ്തത് ബുദ്ധനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പുരുഷ സൂക്തത്തെ മാത്രമല്ല, ഇത്തരം അസംബന്ധ ജടിലമായ കഥകൾ, ഋക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന വേദങ്ങളെ മുഴുവൻ തന്നെ, ഋഗ്വേദത്തെ മാത്രമല്ല വേദങ്ങളെയും ബ്രാഹ്മണങ്ങളെയും ഉപനിഷത്തുക്കൾ അടങ്ങുന്ന ഇവരുടെ ഈ ചാതുർവർണ്ണ്യ സാഹിത്യത്തെ മുഴുവൻ ബുദ്ധൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ പൂർവ്വബുദ്ധന്മാർ, ഇൻഡസ് വാലി മുതലുള്ള ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നാഷണൽ മ്യൂസിയത്തിൽ ഇപ്പോൾ പശുപതി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യരൂപം നമുക്കറിയാം. മൃഗങ്ങളുടെ പ്രകൃതിയുടെ വിക്ഷുബ്ധമായ പ്രകൃതിയുടെ ഹിംസയുടെ നടുക്കിരുന്നു കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യരൂപം, അതിനെ പത്മാസന യോഗി എന്ന് വിളിക്കുന്നു. ഇപ്പോൾ വെച്ചിരിക്കുന്നത് പശുപതി എന്ന ശൈവ പേരിട്ടുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ അത് സൂചിപ്പിക്കുന്നത് പോലെ ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിരവധി ശില്പ പുരാവസ്തു തെളിവുകൾ അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ മുതൽ ആരംഭിച്ചിട്ടുള്ള സിന്ധു നാഗരികതയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ശ്രമണ പാരമ്പര്യം, ശ്രമണം എന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്നവരുടെ പാരമ്പര്യം, പഠിക്കുന്നവരുടെ, ചിന്തിക്കുന്നവരുടെ, പണിയെടുക്കുന്നവരുടെ പാരമ്പര്യം, ശ്രമിക്കുന്നവരുടെ പാരമ്പര്യത്തെയാണ് ശ്രമണ പാരമ്പര്യം എന്ന് പറയുന്നത്. അത് സംസ്കൃതത്തിൽ നിന്നാണ്. അത് പ്രാകൃത ഭാഷകളിലേക്ക് വരുമ്പോൾ, തമിഴിലേക്ക് വരുമ്പോൾ അമണം എന്ന് പറയും. അമണം ശ്രമണത്തിനാണ് അമണ പാരമ്പര്യം. ഓണം എന്നും പറയാം. ശ്രമണത്തെ തന്നെയാണ് ഓണം. നമ്മുടെ ഓണം വരുന്നതും ആ ശ്രമണ പാരമ്പര്യത്തിൽ. ചിങ്ങം വരുന്നത് ആ സംഘം എന്നുള്ള അർത്ഥത്തിലാണ് ചങ്ങം വരുന്നത്. സിംഹത്തിൽ നിന്ന് തന്നെയാണ് ചിങ്കം അല്ലെങ്കിൽ സിംഹം, ചിങ്ങം ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നാം നോക്കുമ്പോൾ ഇത് ശ്രവണ പാരമ്പര്യത്തിൽ സിന്ധു നദീതടത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് നിരവധി പൂർവ്വബുദ്ധന്മാർ എന്നാണ് 28ഓളം പൂർവ്വബുദ്ധന്മാരെ കുറിച്ച് പറയുന്നു. ശാക്യമുനി എന്ന് പറയുന്നത് BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഗൗതമ ബുദ്ധനെ മാത്രമാണ് ശാക്യമുനി എന്ന് പറയുന്നത്. അതിനു മുമ്പ് നിരവധി അത്തരം മുനി പാരമ്പര്യങ്ങൾ സൈന്ധവ നാഗരികതയിൽ, ഹിന്ദു എന്ന് പറയുന്ന സൈന്ധവ നാഗരികതയിൽ, സിന്ധു നാഗരികതയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ഒരു വെളിച്ചത്തെ കൂടുതൽ വ്യക്തമായ സിദ്ധാന്തവൽക്കരണത്തിലൂടെയാണ് ബുദ്ധൻ തന്റെ വിമർശ ചിന്ത, ബ്രാഹ്മണ്യത്തിന്റെയും വേദങ്ങളുടെയും നിരാശവും വിമർശ വീക്ഷണവും അവതരിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം മാത്രമല്ല, ഈ പറയുന്ന 28 പൂർവ്വബുദ്ധന്മാരും അതുപോലെ സമാനരായി കുറച്ചുകൂടി വരേണ്യരായ വൈശ്യരുടെയും ക്ഷത്രിയരുടെയും എന്ന് പറഞ്ഞ രാജഭരണം, ഇതെല്ലാം ബ്രാഹ്മണിസത്തിന്റെ വാക്കുകളാണ്, ചാതുർവർണ്ണ്യത്തിന്റെ പദാവലികളാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ ആശയക്കുഴപ്പമുണ്ടാകും. ഏതായാലും ഭരിക്കുന്നവരുടെയും കച്ചവടക്കാരുടെയും ഒക്കെ ഇടയിൽ കുറച്ചുകൂടി സാമ്പത്തികമായി ഉയർന്നിരുന്ന വൈശ്യ ക്ഷത്രിയ എന്നൊക്കെ ഇന്ന് പറയുന്ന വിഭാഗങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ശ്രമണ ചിന്തയാണ് ജൈനം എന്ന് പറയുന്നത്. അപ്പൊ ജൈന ചിന്തയും ബുദ്ധചിന്തയും വളരെ അടുപ്പത്തിലാണ്. ഇതിന്റെ രണ്ടിന്റെയും സിദ്ധാന്തം എന്ന് പറയുന്നത് നീതി മാത്രമാണ്. സത്യവും നീതിയും, അതിന് ധാർമ്മികമായ ജീവിത രീതി വേണം. അപ്പൊ ധർമ്മം എന്ന് പറയുന്ന ബുദ്ധനും തീർത്ഥങ്കരന്മാരും, പൂർവ്വബുദ്ധന്മാരും ഗൗതമ ബുദ്ധനും അതുപോലെ തീർത്ഥങ്കരന്മാർ 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു. 24ാമത്തെ ആളാണ് ബുദ്ധന്റെ ഏതാണ്ട് സമകാലികനായി ജീവിച്ച വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്ന അവരുടെ തീർത്ഥങ്കരൻ, അവസാനത്തെ 24ാമത്തെ തീർത്ഥങ്കരനാണ്. അപ്പൊ ഇവരുടെയൊക്കെ ചിന്തയിൽ ഉള്ളത് യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള നൈതികമായ വിചിന്തനം, അതിന് ധാർമ്മിക ചിന്ത എന്നവർ പറയുന്നു. ധർമ്മം, പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതി സഹം എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ ബാർബാരിക് കിരാതം എന്ന അർത്ഥത്തിൽ അല്ല. പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതി സഹമായിട്ടുള്ള ഭാഷാ സംസ്കാരം തന്നെയാണ് പ്രാകൃതം എന്ന് പറയുന്നത്. സംസ്കൃതം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്, ഈ പ്രാകൃതത്തിൽ നിന്ന് സംസ്കരിച്ച് വരേണ്യത അല്ലെങ്കിൽ വരേണ്യ പുരുഷ ആൺകോയ്മ, വരേണ്യ ആൺകോയ്മ, പ്രത്യേകിച്ചും പൗരോഹിത്യ ആൺകോയ്മ, അതിനെ കൂടുതൽ സംസ്കൃതീകരിച്ച് വരട്ടി സാംശീകരിച്ചെടുത്തിരിക്കുന്നതിനെയാണ്, കൂടുതൽ വരണ്യമാക്കി എടുത്തിരിക്കുന്നതിനെയാണ് സംസ്കൃതം. അപ്പൊ പ്രാകൃത മൂലങ്ങളിൽ നിന്ന് മാത്രമേ, പ്രകൃതി സഹമായ ഭാഷകളിൽ നിന്ന് മാത്രമേ ബഹുജനങ്ങൾ പറഞ്ഞുണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ ഭാഷ എന്ന് പറയുന്നത്. അല്ലാതെ വ്യാകരണ പണ്ഡിതരോ വരണ്യ സൈദ്ധാന്തികന്മാരോ ഉണ്ടാക്കുന്നതല്ല ഭാഷ. ഒരു സുപ്രഭാതത്തിൽ ഭാഷ ഉണ്ടാക്കുക സാധ്യമാണ്. അത് വളരെ വർഷങ്ങളുടെ സാമൂഹ്യ പ്രയോഗത്തിലൂടെ മാത്രമേ ഉയർന്നു വരികയുള്ളൂ.
അപ്പൊ അതുകൊണ്ടാണ് പ്രാകൃത ഭാഷാ മൂലങ്ങളിൽ നിന്ന് മാത്രമേ സംസ്കൃതം എന്ന് പറയുന്ന സംസ്കരിച്ച വരേണ്യ പൗരോഹിത്യ അൻഗോയ്മയുടെ ക്രിസ്റ്റോക്രാറ്റിക് പെട്രിയാർക്കിയുടെ ഭാഷ വികസിച്ചു വരുന്നത്. അങ്ങനെ ബ്രാഹ്മണർ ഉണ്ടാക്കിയെടുത്ത ഒരു ഭാഷയാണ് ഈ സംസ്കൃതം എന്ന് പറയുന്നത്. അതിന് തന്നെ പല ഭേദങ്ങളുണ്ട്. ഇപ്പൊ ഈ വേദങ്ങൾ എഴുതിയിരിക്കുന്ന തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രാകൃത സമമായിട്ടുള്ള ഛന്ദസ് എന്ന് പറയുന്ന സംസ്കൃതത്തിന്റെ ഒരു രജിസ്റ്ററിലാണ് ഈ വേദങ്ങൾ എഴുതിയിരിക്കുന്നത്, വേദഭാഷ. പിന്നീടുണ്ടായ ബൗദ്ധമായിട്ടുള്ള മഹായാനത്തിലൂടെ വികസിച്ച ഒരു സംസ്കൃതമുണ്ട്. അത് വളരെയധികം ബഹുജനോന്മുഖമാണ്, വളരെയധികം ഊർജ്ജസ്വലമാണ്. പൗരോഹിത്യ ആൻഗോയ്മ വീണ്ടും അതിന്റെ ഈ പുരാണങ്ങളും കാവ്യതിഹാസങ്ങളും രചിച്ചിരിക്കുന്ന വേറൊരു സ്കോളർലി എന്ന് പറയുന്ന കുറച്ചുകൂടി പണ്ഡിതോചിതമായ സാഹിത്യ സംസ്കൃത ഭാഷയിലാണ്. അപ്പൊ അങ്ങനെ നിരവധി ഭാഷകളോട് ഞാൻ സൂചിപ്പിച്ച ഇത്ര മാത്രമേ ഉള്ളൂ. സാധാരണ ബഹുജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷകളെയാണ് പ്രാകൃതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BC 6-ാം നൂറ്റാണ്ടിൽ ബുദ്ധൻ തന്റെ സുവിശേഷം ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിന്റെ വേദത്തിന്റെ പരിപൂർണ നിഷേധവും നിരാകരണവും മരണം ഒരു 20-ാം നൂറ്റാണ്ടിൽ ചെയ്തത് തന്നെയാണ്. എന്താ മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണ് എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഗുണകർമ്മങ്ങൾ സ്ഥായിയല്ലല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ ഈ വർണ്ണാശ്രമം നിശ്ചയിക്കും? വർണ്ണം നിശ്ചയിക്കുന്നത് എങ്ങനെ? ഏത് തത്വത്തിന്റെ അല്ലെങ്കിൽ ഏത് അടിത്തറയിൽ ഏത് പ്രമൈസിലാണ് നിങ്ങൾ ഈ വർണ്ണാശ്രമം ഉണ്ടാക്കുന്നത്? ചാതുർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗജ എന്നെല്ലാം ഗീതയിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഗീത വെച്ചിരിക്കുന്നത് ആണെങ്കിൽ മഹാഭാരതത്തിനകത്താണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ പുരാണങ്ങളും കാവ്യേതിഹാസങ്ങളും ഈ മനുധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന ഈ സ്മൃതിശ്രുതി പുരാണങ്ങളൊക്കെ തന്നെ ഒന്നായി നിൽക്കുകയാണ്. ഇതാണ് ഹിന്ദുത്വത്തിന്റെ പാഠബലം എന്ന് പറയുന്നത്. ഹിന്ദുത്വം എന്ന് പറയുന്ന അതിന്റെ കുറച്ച് കൂടിയ ഇപ്പോഴത്തെ രൂപം എന്ന് മാത്രം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹിന്ദുയിസം അല്ലെങ്കിൽ ഹിന്ദുമതം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ സ്മൃതിശ്രുതി പുരാണങ്ങളുടെ സംസ്കൃത പാഠങ്ങളുടെ വരേണ്യമായി ബ്രാഹ്മണർ കൃത്രിമമാക്കി ഉണ്ടാക്കിയെടുത്ത ഭാഷ. ഒരു കാലഘട്ടത്തിലും ജനങ്ങൾ സംസാരിക്കാം. സംസ്കൃത നാടകങ്ങളിൽ പോലും സ്ത്രീകളും ശൂദ്രരും സാധാരണ പൊതുജനങ്ങളും സംസാരിക്കുന്നത് പ്രാകൃതത്തിലാണ്. പാലിയിലോ അല്ലെങ്കിൽ പ്രാകൃതത്തിലോ ആണ്. കുടിയാട്ടം, കേരളത്തിലെ കുടിയാട്ടം ഒരു ഉദാഹരണമാണ്. സ്ത്രീ കഥാപാത്രങ്ങളും ശൂദ്രന്മാരും അതുപോലെ മ്ലേച്ഛന്മാരെന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ സഹോദര മതത്തിലുള്ളവരാണ് ഈ മ്ലേച്ഛന്മാർ എന്ന് വിളിക്കുന്നത്. ബൗദ്ധരെയാണ് മ്ലേച്ഛരാക്കി അപരവൽക്കരിച്ച് അവരെ വംശഹത്യ ചെയ്തില്ലാതാക്കി. അതിനുശേഷം അപ്പോൾ ഉടനെ മുസ്ലിങ്ങളുടെ ഒരു നിര വരുന്നു. അപ്പൊ അവരെ അടുത്ത മ്ലേച്ഛന്മാരാക്കി വെച്ചിരിക്കുന്നു. അവരെ വംശഹത്യ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബൗദ്ധരോടുള്ള പക തന്നെയാണ് മുസ്ലിങ്ങളോടുള്ള അടക്കിയാലും അടക്കാത്ത പക എന്ന് പറയുന്നത്. മേത്തൻ എന്ന വാക്ക് കേരളത്തിൽ ഉണ്ടാകുന്നത് ഇതിന്റെ ഒരു വംശാവലി മ്ലേച്ഛം എന്ന് പറയുന്ന സംസ്കൃതത്തിന്റെ വഴിയിൽ നിന്നാണ്. മ്ലേച്ഛത്തെയാണ് മേത്തൻ അല്ലെങ്കിൽ മേത്തം എന്ന് വരുന്നത്. പിന്നെ വേറൊന്ന് പാലിയിൽ നിന്നും വരുന്നുണ്ട്. അത് മെത്തയുള്ളവൻ. മെത്ത എന്ന് പറഞ്ഞാൽ പാലിയിൽ പറഞ്ഞാൽ മേധാശക്തി, ബുദ്ധിശക്തി എന്നാണ്. അപ്പൊ മെത്തയുള്ളവൻ മേത്തൻ എന്ന് പഴയ ബൗദ്ധ ശൈലിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെയും അതിൽ നിന്നും മേത്തൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോ ബൗദ്ധർ എന്നുള്ള ഒരു നാമം അല്ലെങ്കിൽ പൊതുവായ ഒരു പേര് പിന്നെ കേരളത്തിൽ മുസ്ലിങ്ങൾക്കും അതുപോലെ ക്രൈസ്തവർക്കും പൊതുവായി ഉപയോഗിക്കുന്നു. ബ്രാഹ്മണ സാഹിത്യം എടുത്ത് നോക്കിയാൽ ബൗദ്ധർ എന്ന് വിവക്ഷിക്കുന്നത് പഴയ വംശഹത്യ ചെയ്യപ്പെട്ട ബൗദ്ധരെ മാത്രമല്ല, മറിച്ച് ആധുനിക കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ തന്നെ ബൗദ്ധർ എന്നാണ് പറയുന്നത്. ഇപ്പോ നമ്മുടെ ആധുനിക നോവലുകളിൽ പോലും അത് സമകാലികമായി വന്നിട്ടുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ പിന്നെ ഞാറ്റുപുരയിലുള്ള രാമൻ നായര് ആ മുസ്ലിം സ്ത്രീയെ വിളിക്കുന്നത് എന്താണ്? ബൗദ്ധച്ചി എന്നാണ് വിളിക്കുന്നത്. ബൗദ്ധച്ചി എന്നാണ് വിളിക്കുന്നത്. കാരണം മാനാഭിമാനങ്ങളോടുകൂടി വസ്ത്രം ധരിച്ച് നടക്കുന്നത് കൊണ്ട് ബൗദ്ധച്ചി എന്ന് പറഞ്ഞാൽ മ്ലേച്ഛേ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ രീതിയിൽ ഞാൻ സൂചിപ്പിച്ചത്രേ ഉള്ളൂ. കേരളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബൗദ്ധർ തന്നെയാണ് ഇതര സഹോദര മതങ്ങളിലേക്ക്, ന്യൂനപക്ഷ മതങ്ങളിലേക്ക് ബുദ്ധിസത്തെ ബ്രാഹ്മണിസം തകർത്തപ്പോൾ മറ്റ് മതങ്ങളിലേക്ക് പോയവരും ഹിന്ദുക്കളുടെ തന്നെ അടിമകളായിട്ടുള്ള അവർണരായിട്ടുള്ള തൊട്ടുകൂടാത്തവരായി ചവിട്ടി അമർത്തപ്പെട്ടവരും എന്ന് പറയുന്ന ബഹുജനങ്ങളെല്ലാം തന്നെ ബൗദ്ധരാണ്. കേരളത്തിലെ 99% ജനങ്ങളുടെയും പാരമ്പര്യം, ആസ്യരായ നമ്പൂതിരിമാരുടെ അടക്കം പാരമ്പര്യം എന്ന് പറയുന്നത് ബുദ്ധിസത്തിൽ നിന്നാണ്. കാരണം 7-8 നൂറ്റാണ്ടുകളെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു മതത്തിന്റെ ഭാഗമായ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നുകൊണ്ട്
തമിഴകത്തെ കീഴടക്കിയത്. ശൈവ വൈഷ്ണവ ഭക്തി ലഹരിയിലൂടെയാണ് ഈ തമിഴകം അല്ലെങ്കിൽ കേരളം അടങ്ങുന്ന ചേരനാടാണല്ലോ ഈ ഇപ്പോഴത്തെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ ചേര, ചോള, പാണ്ഡ്യദേശങ്ങളെ അടക്കിയത് യഥാർത്ഥത്തിൽ ഭക്തി ലഹരിയിലൂടെയാണ്, ഭക്തി കാമലഹരിയിലൂടെയാണ്. വലിയ ഹിംസ അടക്കം പ്രയോഗിച്ചുകൊണ്ട്, കഴിവേറ്റൽ അടക്കം നടത്തിക്കൊണ്ട്, ഭീകരമായ ഹിംസയിലൂടെ എല്ലാ ബൗദ്ധ ജൈന ദേവാലയങ്ങളും പള്ളികൾ എന്നറിയപ്പെട്ട, അതും മറ്റൊരു പ്രത്യേകതയാണ്. ബൗദ്ധർ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ജൂതർക്കും ജൈനർക്കും ബൗദ്ധർക്കും പൊതുവായിട്ടുള്ള മറ്റൊരു പാരമ്പര്യമാണ് പള്ളിയുടെയും പട്ടക്കാരുടെയും ഒക്കെ തന്നെ പാരമ്പര്യം. പള്ളിയും പള്ളിക്കൂടവും പട്ടക്കാരും പട്ടം കിട്ടലും പട്ടം കൊടുക്കലും ഒക്കെ തന്നെ ഇതൊക്കെ തന്നെ പാലിയിൽ നിന്നും പഴന്തമിഴിൽ നിന്നും വരുന്ന വാക്കുകളാണ്. തമിഴകത്ത് മാത്രമാണ്, ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ പള്ളി എന്നുള്ള വാക്ക്. അത് മുസ്ലിങ്ങൾ തുടങ്ങുന്നതല്ല, ആദ്യം ജൂതര് തന്നെ ഉപയോഗിച്ചു. ഏറ്റവും ആദ്യം ബൗദ്ധരാണ് ഉപയോഗിച്ചത്. ബുദ്ധവിഹാരത്തെയാണ് പള്ളി എന്ന് സൗത്ത് ഇന്ത്യയിലെമ്പാടും, അത് ഒഡീഷ മുതൽ തെലങ്കാന മുതൽ തമിഴകത്തേക്ക് വരെ വരുന്ന പ്രാചീന തമിഴകം മുഴുവൻ നിറഞ്ഞ ഇപ്പോ പല പള്ളി പ്രദേശങ്ങളും ഒഡീസയിലാണ് ഉള്ളത്. ഒരുപാട് പള്ളികൾ പിന്നെ നമ്മുടെ ആന്ധ്രാദേശത്തുണ്ട്, തെലങ്കാന ആന്ധ്രാപ്രദേശത്തുണ്ട്. കർണാടകയിൽ വരുമ്പോൾ അത് ഹള്ളി, ഹോലെ എന്നൊക്കെ ചെറിയ രീതിയിൽ ഉച്ചാരണ വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. തമിഴകത്ത് വരുമ്പോൾ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന പോലെ പള്ളി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പള്ളിയുടെ പാരമ്പര്യവും ബുദ്ധിസത്തിൽ തുടങ്ങുന്നതാണ്. ബുദ്ധവിഹാരത്തെയാണ് പള്ളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പഴയ പള്ളികൾ, ഇടപ്പള്ളി മുതൽ വാടാനപ്പള്ളി വരെ ഇവിടെ എല്ലാം നിൽക്കുന്നത്. അപ്പോ പലതും ഇന്ന് പിള്ളിവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, പള്ളികളെ പിള്ളിവൽക്കരിക്കുന്നത്. എന്തിനാണ്? ഈ പ്രാചീനമായ ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും ക്രൈസ്തവരുടെയും അതുപോലെ ജൂതരുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ പൊതുവായിട്ടുള്ള ഒരു പാരമ്പര്യമായ പള്ളിയെ ഇപ്പൊ പുള്ളി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, കൊലപ്പുള്ളികളാക്കി മാറ്റുകയാണ്. കുളപ്പള്ളികളെ കൊലപ്പുള്ളികളാക്കുകയാണ്. വയലോരത്തുള്ള പള്ളിയായ വയലോ പള്ളിയെ വയലോ പിള്ളിയാക്കുകയാണ്. അപ്പൊ പിള്ളിയാക്കിയും പുള്ളിയാക്കിയും ചിലത് വള്ളി എന്നാക്കുന്നു. വള്ളുവരുടെ പള്ളിയാണ് വള്ളുവപ്പള്ളി, അതിനെ വള്ളി എന്നാക്കുന്നു. ചിലത് മുള്ളിയാക്കുന്നു, മുള്ളിയൂരാക്കുന്നു, പള്ളിയൂരിനെ മുള്ളിയൂരാക്കുന്നു. ഇപ്പോ അദ്ദേഹത്തിന്റെ തന്നെ വീട്ടിൽ പേര് അല്ലെങ്കിൽ പള്ളിക്കൽ എന്നുള്ളതാണ്. പള്ളിക്കൽ എന്ന് പറഞ്ഞാൽ മൊത്തം പിന്നെ അതെ, കേരളത്തിൽ ഒരുപാട് പള്ളിക്കലും പള്ളിക്ക് പുറങ്ങളും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പോകുന്നില്ല, സമയപരിമിതി മൂലം. ഞാൻ സൂചിപ്പിക്കുന്ന നമ്മുടെ അടിസ്ഥാന മണ്ണിന്റെയും മനസ്സിന്റെയും ബഹുജനങ്ങളുടെയും 99% ജനങ്ങളുടെയും പൊതുപാരമ്പര്യമാണ് പ്രബുദ്ധമായ അശോകൻ പാരമ്പര്യം. ബുദ്ധന് തന്നെ സൗത്ത് ഇന്ത്യയിലേക്കും സിലോണിലേക്കും വന്നതായിട്ട് ദീപവംശവും മഹാവംശവും പറയുന്നു. അതിനുശേഷം മഹാനായ അശോകന്റെ കാലത്ത് BC 3-ാം നൂറ്റാണ്ടിൽ ബുദ്ധന് ഏതാണ്ട് 200 വർഷങ്ങൾക്ക് ശേഷം മഹാനായ അശോകൻ തന്റെ സ്വന്തം മക്കളെയും സഹോദരങ്ങളെയും ഒക്കെയാണ് ലോകത്തെമ്പാടും മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചത്. അദ്ദേഹത്തിന്റെ സ്വന്തം മകളായ സംഘമിത്ത ആണ് സൗത്ത് ഇന്ത്യയിലേക്കും സിലോണിലേക്കും പോയി അനുരാധപുരത്ത് ഗയയിലുള്ള ബോധിവൃക്ഷം കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ച് അതിനെ വളർത്തി ശ്രീലങ്കയെ മുഴുവൻ ബൗദ്ധമാക്കി മാറ്റിയത്. അത് അവിടെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. മോദി അടുത്ത കാലത്തും അവിടെ പോയി തൊഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഗുരു പറഞ്ഞതുപോലെ കൊല്ലുന്നവനില്ല ശരണ്യത എന്നുള്ള കാര്യം നമ്മളെങ്കിലും ഓർത്തിരിക്കേണ്ടതുണ്ട്. കൊല്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായെങ്കിൽ മൃഗത്തിനു തുല്യനവൻ എന്നാണ് ജീവകാരുണ്യ പഞ്ചകത്തിൽ 1913 കാലത്ത് തന്നെ നാരായണ ഗുരു എഴുതി വെച്ചത്. ഈ കൊലപാതകികളായ ദൈവങ്ങളെ കുറിച്ചാണ്. സഹോദരൻ അയ്യപ്പൻ അതുകൊണ്ട് ഗാന്ധിജിയോട് ചോദിച്ചു. 1925 ഗാന്ധിജി വന്ന് വൈക്കം പോരാട്ട ഭൂമികയിൽ വന്നപ്പോൾ ശിവഗിരിയിൽ വർക്കലയിൽ പോയി നാരായണ ഗുരുവിനെ കണ്ടു. ആ സമയത്ത് സഹോദരൻ ഇടയിൽ കയറി ഗാന്ധിജിയോട് ചോദിച്ചു, മിസ്റ്റർ ഗാന്ധി, താങ്കളുടെ ഈ ശ്രീകൃഷ്ണ പരമാത്മാവ് ഒരു പരമ്പര കൊലയാളിയായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. ഗാന്ധിജിക്ക് പ്രത്യേക ഉത്തരവൊന്നും ഇല്ലായിരുന്നു. നമുക്കറിയാം, പല കാര്യങ്ങളിലും ഗാന്ധിജി മൗനം ഭജിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഹേറയാം എന്നായിരിക്കും അദ്ദേഹം വിളിച്ചത്, നമുക്കറിയില്ല. അപ്പൊ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് ഈ പറയുന്ന ഒരു പാരമ്പര്യ അശോകന്റെ കാലത്താണ് ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ മിഷണറി പ്രവർത്തനങ്ങൾ. സ്വന്തം മകളും മകനായ മഹിന്ദ തേരനാണ് വലിയ തേരവാദ ഭിക്ഷുവായി മാറിയ, തേരനായി മാറിയിട്ടുള്ള മഹിന്ദൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറഞ്ഞാൽ മഹേന്ദ്രൻ. അതിന് പാലിയിൽ ലഘുവായേ പറയുള്ളൂ, ലളിതമായി ജനങ്ങൾ പറയുന്നത് മഹിന്ദൻ എന്നേ പറയുള്ളൂ. സംസ്കൃതത്തിൽ പറഞ്ഞാൽ സംഘമിത്ര എന്ന് പറയണം.
അത് പാലിയിൽ പറഞ്ഞാൽ സംഘമിത്ത എന്ന് മാത്രമേ ഉള്ളൂ. ആണ് ഞാൻ പറഞ്ഞത്. മേത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? മേധ എന്ന് സംസ്കൃതത്തിൽ പറയുന്നതാണ് ബുദ്ധിശക്തി. മേധാശക്തി എന്ന് പറയുന്നതാണ് മെത്ത എന്നേ പറയുള്ളൂ. അപ്പൊ മെത്ത ഉള്ളവനാണ് മേത്തൻ. അങ്ങനെ ആയിരുന്നു. അതിനെ മ്ലേച്ഛവൽക്കരിച്ചു. ഈ ഹിന്ദു മതത്തിന്റെ കാലത്തുമായ ഉന്മൂലനം തന്നെയാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വലിയ ചരിത്രങ്ങളുടെയും ഈ വലിയ സിംബോളിക് ആയിട്ടുള്ള വയലൻസിന്റെയും ആഖ്യാനങ്ങളുടെ വയലൻസിന്റെയും ഒക്കെ തന്നെ ആഖ്യാനത്തിലൂടെ പദാവലികളിലൂടെ ഒക്കെ കടന്നു വരുന്ന വംശഹത്യാ കാമനകളെ നാം നിരന്തരം ചർച്ച ചെയ്യുകയും നിരന്തരം വിമർശിക്കുകയും ചെറുക്കുകയും ബഹുജന സംവാദങ്ങൾ നടത്തുകയും ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ എല്ലാവരുടെയും പൂർവ്വ പാരമ്പര്യമായിരിക്കുന്ന പ്രബുദ്ധതയുടെ പാരമ്പര്യം, അശോക ബൗദ്ധ പാരമ്പര്യം അത്രമാത്രം പ്രധാനമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. അപ്പോ ഹിന്ദുയിസം എന്ന് പറയുന്ന ഈ വൈദിക വർണ്ണാശ്രമമാണ് യഥാർത്ഥത്തിൽ പ്രബുദ്ധതയുടെ, ഇന്ത്യയുടെ ജ്ഞാനോദയത്തിന്റെ അടിത്തറ കിടക്കുന്ന ബുദ്ധിസത്തെ ഇല്ലായ്മ ചെയ്തത് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇതായിരുന്നു. അത് ബ്രാഹ്മണ്യത്തെ നിഷേധിച്ചു, പൗരോഹിത്യ ആൺകോയ്മയെ നിഷേധിച്ചു, അതിന്റെ പാഠങ്ങളായിട്ടുള്ള ഈ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും സ്മൃതിശ്രുതികളെയും പരിപൂർണമായി നിഷേധിച്ചു. അതിന്റെ ആവശ്യമില്ല. ദൈവത്തെ തന്നെ നിഷേധിച്ചു. അതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ദൈവകേന്ദ്രിതമല്ലാത്ത ഒരു സാമൂഹ്യ തത്വചിന്തയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിസം. അംബേദ്കറാണ് അതിന് ഏറ്റവും കാലികമായ ജനായത്തപരമായ ആധുനികമായ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. നവയാനം എന്ന് വിളിക്കുന്ന അംബേദ്കറൈറ്റ് ബുദ്ധിസത്തിലൂടെയാണ് അതിന് ഏറ്റവും വർത്തമാന പ്രസക്തിയും. നമ്മുടെ ഭരണഘടനയുടെ ആധാരം എന്ന് പറയുന്നത് ത്രിപിടകങ്ങളാണ്. ബുദ്ധന്റെ വചനത്തെ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം, അശോകന്റെയൊക്കെ കാലത്തിന് അതിന് തൊട്ട് മുമ്പ് രേഖപ്പെടുത്തി വെച്ചു. പാലി ഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ച ആ ജനഭാഷയായ പാലിയിൽ തന്നെ അത് രേഖപ്പെടുത്തി വെച്ചു. അതിനാണ് ത്രിപിടകങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 3 തി എന്ന് പറഞ്ഞാൽ 3 എന്നാണ് പാലി. ആ 3 വലിയ പെട്ടകങ്ങൾ എന്നാണ് ത്രിപിടകങ്ങൾ എന്ന് പറഞ്ഞാൽ. സംസ്കൃതത്തിൽ പറഞ്ഞാൽ ത്രിപിടകങ്ങൾ എന്ന് പറയും. അപ്പൊ ആ 3 പെട്ടകങ്ങളായിട്ടുള്ള വലിയ ബാസ്ക്കറ്റുകളിൽ, വലിയ എഴുത്ത് രേഖകളിൽ, ടാബ്ലറ്റുകളിൽ, വുഡൻ പാനലുകളിൽ, ടെറക്കോട്ട പാനലുകളിൽ അത് രേഖപ്പെടുത്തി ചുട്ടെടുത്ത് സംരക്ഷിച്ചു വെച്ചു. അങ്ങനെയാണ് അത് കിട്ടിയത്. അപ്പൊ ആ ത്രിപിടകങ്ങളിലാണ് ബുദ്ധന്റെ വചനം എന്ന് പറയുന്നത്. അപ്പൊ ത്രിപിടകങ്ങളിലെ വിനയപിടകം, വിനയ സുത്ത അഭിധാമ ആണ് 3 ത്രിപിടകങ്ങൾ. പണ്ഡിറ്റ് അയോധ്യദാസരുടെ തിരുക്കുറൽ വ്യാഖ്യാനം പോലെയാണ്. തിരുക്കുറൽ എന്ന് പറഞ്ഞാൽ ത്രിപിടകത്തിൽ നിന്നും കൂടി വരുന്നു എന്നാണ് അയോധ്യദാസ പണ്ഡിതർ വ്യാഖ്യാനിക്കുന്നത്. അതായത് പിന്നെ വള്ളുവ കവിയുടെ, തിരുവള്ളുവരുടെ തിരുക്കുറൽ, തമിഴിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ആധികാരികമായിട്ടുള്ള താത്വിക നിയമസംഹിതയാണ് യഥാർത്ഥത്തിൽ. അതിന്റെ കവിതാരൂപത്തിൽ തത്വചിന്ത അവതരിപ്പിച്ചിരിക്കുന്ന ധാർമ്മിക ചിന്തയാണ് തിരുക്കുറൽ എന്ന് പറയുന്നത്. തിരുക്കുറൽ എന്ന് പറയുന്നത് തിരുക്കുറലാണെന്നാണ് അയോധ്യദാസ പണ്ഡിതർ എന്ന ദളിത് വ്യാഖ്യാതാവ് പണ്ഡിതൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അത് അദ്ദേഹം പറയുന്നത് ത്രിപിടകങ്ങളുടെ ശൈലിയിലാണ് അത് വരുന്നത്. വിനയസുത്ത അഭിധാമ എന്ന് പറയുന്നത് പോലെ അറം മുതൽ പൊരുൾ എന്ന് പറയുന്ന ഒരു ശൈലിയിലാണ് അത് വരുന്നത്. അതിൽ ബ്രാഹ്മണികമായ മോക്ഷം എന്ന് പറയുന്ന ഈ സംഭവത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണികമല്ല എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് കൂടിയാണ് അയോധ്യദാസ പണ്ഡിതർ അവർ വള്ളുവരുടെ തിരുക്കുറലിനെ തിരുക്കുറലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച ഇത്രയേ ഉള്ളൂ. ദക്ഷിണേന്ത്യയുടെ തത്വചിന്ത തിരുക്കുറലാകട്ടെ, തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളാകട്ടെ, ഇവിടെ അടുത്ത് മതിലകത്തിരുന്നുകൊണ്ട് ഇളങ്കോ അടികൾ എന്ന് പറയുന്ന ചേരൻ ചെങ്കൂട്ടുവന്റെ ഇളയ സോദരനായിട്ടുള്ള ഇളങ്കോനായ ഇളയ രാജാവായിട്ടുള്ള ഇളങ്കോ എഴുതിയ സിലപ്പതികാരമാകട്ടെ, അതുപോലെ ചാത്തനാർ എന്ന് പറയുന്ന മറ്റൊരു പുലയ വള്ളുവ കവിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ സമകാലികനായ ചാത്തനാർ, സീത്തനൈ സാത്തനാർ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. അരിക്കച്ചവടക്കാരനും കൂടിയായിരുന്നു. അരിക്കാർ കൃഷി ചെയ്യുകയും അങ്ങനെ ജൈവ അരി കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സീത്തനൈ സാത്തനാർ എഴുതിയിട്ടുള്ള മണിമേഖലൈ എന്ന് പറയുന്ന തികഞ്ഞ ബൗദ്ധ മഹാകാവ്യമാകട്ടെ, വളയാപത്തി, കുണ്ടലകേശി, ജീവക ചിന്താമണി, ഇതെല്ലാം തന്നെ ബൗദ്ധവും ജൈനവുമാണ്. 3 ബൗദ്ധവും 2 ജൈനവുമാണ്.
മറ്റേ ആജീവകം എന്ന് തമിഴിൽ പറയുന്ന ആജീവക ചിന്തകരുടെ, അവര് കുറച്ചുകൂടി എപ്പിക്യൂറിയൻ തത്വചിന്തകരാണ്. അവരുടെ ചിന്തകളും പിന്നെ നമുക്ക് തമിഴിൽ ലഭ്യമാണ്. പ്രാചീന സംഘ സാഹിത്യം, സംഘം എന്ന ആശയം തന്നെ ബുദ്ധന്റെ ത്രിശരണങ്ങളിൽ നിന്നും ത്രിരത്നങ്ങളിൽ നിന്നും വരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖമായ പ്രാഥമികമായ ആശയലോകമാണ് ബുദ്ധം, ധമ്മം, സംഘം എന്ന് പാലിയിൽ പറയുന്ന ആശയങ്ങൾ. ഇതിനാണ് ത്രിശരണങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്താണ് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്, ട്രിപ്പിൾ ജംപ് ആൻഡ് ട്രിപ്പിൾ അസൈലംസ് എന്ന് പറയുന്നത്, ട്രിപ്പിൾ റെഫ്യൂജസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ അദ്ദേഹം ഉണ്ടാക്കിയ മറ്റൊരു പിന്നെ സദാചാര ധാർമ്മിക ജീവിത ചിട്ടയാണ് പഞ്ചശീലങ്ങൾ എന്ന് പറയുന്നത്. വളരെ ലളിതമാണ്, മനുഷ്യർക്ക് എല്ലാവർക്കും സഹജമായിട്ടുള്ളതാണ്. അതായത് മറ്റുള്ളവരെ കൊല്ലരുത്, മനുഷ്യരെ മാത്രമല്ല മറ്റു ജീവജാലങ്ങളെ അടക്കം ആരെയും കൊല്ലാതിരിക്കുക. അപ്പൊ കൊല്ലാതിരിക്കുക, കക്കാതിരിക്കുക, കാമത്താൽ അവിഹിതം പ്രവർത്തിക്കാതിരിക്കുക, അതുപോലെ തന്നെ കള്ളം പറയാതിരിക്കുക, പിന്നെ മയക്കുമരുന്നുകളും മദ്യവും ഉപയോഗിക്കാതിരിക്കുക, കുടിച്ചിലായുക. സഹോദരൻ അയ്യപ്പൻ ഇതൊക്കെ വളരെ ലളിതമായി ഭാഷയിലേക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധസ്തോത്രം, സഹോദരൻ അയ്യപ്പന്റെ ബുദ്ധകാണ്ഡം 1934 സഹോദരൻ അയ്യപ്പന്റെ പദ്യകൃതികളിലാണ് ഒരു ബുദ്ധകാണ്ഡം ആദ്യമായി കേരള ഭാഷയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു കവിതയാണ് വൈശാഖ പൗർണമി. നാളെയാണ് യഥാർത്ഥത്തിൽ വൈശാഖ പൗർണമി. 2024 വൈശാഖ പൗർണമി എന്ന് പറയുന്നത് മെയ് 23-ാം തീയതി, ഇന്ന് രാത്രി തന്നെയാണ്. ഇന്ന് പക്ഷേ ആകാശം ഈ കാളമേഘങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. നാളെയാണ് അത് ആഘോഷിക്കപ്പെടുന്നത്. ബുദ്ധന്റെ അദ്ദേഹത്തിന്റെ ജനനവും അദ്ദേഹത്തിന്റെ മഹാപരിനിർവാണം എന്ന് പറയുന്ന ചരമവും അദ്ദേഹത്തിന്റെ ബോധോദയവും ഒത്തുവരുന്നത് വൈശാഖ മാസത്തിലെ പൗർണമിയിലാണ്. അപ്പൊ അതാണ് വൈശാഖ പൗർണമിയായി കേരളത്തിലെ നമ്മുടെ ദളിത് ബഹുജനങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കരുമാടിയിൽ പ്രത്യേക പരിപാടികൾ നടക്കുന്നുണ്ട്. നിരവധി കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ചെറിയ ദളിതരുടെ ചെറിയ സംഘങ്ങളിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് അടക്കം നടക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ ഇതിനെ തുടർന്ന് കരിമാടിക്കുട്ടനിലേക്ക് പകുതി തകർത്ത കറുത്ത ശിലയിലുള്ള ബുദ്ധശില്പം ബ്രിട്ടീഷുകാരനായിട്ടുള്ള തുറമുഖ ഓഫീസർ ജോൺ ബ്രിസ്റ്റോ എടുത്ത് പിന്നെ അവിടുത്തെ വിഹാരത്തിൽ നിന്ന്, പള്ളിയിൽ നിന്ന്, അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്ന പെരുമ്പള്ളിയിൽ നിന്ന് അടിച്ചു തകർത്ത് അവിടുത്തെ കപ്പൽചാലിൽ ദേശീയ ജലമാർഗത്തിൽ ഇട്ടിരുന്ന ആ ശില്പത്തെ ഒരു ബ്രിട്ടീഷുകാരനായ ഒരു ക്രൈസ്തവനാണ് മുങ്ങിത്തപ്പി എടുത്ത് അദ്ദേഹത്തിന്റെ പിന്നെ വർക്കേഴ്സിനെ കൊണ്ട് എടുപ്പിച്ച് ക്രെയിനുകളൊക്കെ ഉപയോഗിച്ച് കൊണ്ടുവന്ന് ടങ്കിലൊക്കെ കെട്ടിക്കൊണ്ടുവന്നാണ് ഇപ്പോൾ അതിരിക്കുന്ന കരുമാടിയിൽ കൊണ്ടുവന്ന് വെച്ചത്. പകുതി തകർത്തിരിക്കുകയാണ്, അടിച്ചു തകർത്തിരിക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ പോയി റിപ്പോർട്ട് ചെയ്ത കമ്പംവാലിയിലുള്ള നമ്മുടെ കുമളി ചുരത്തിന് വളരെ അടുത്ത് കേരള ബോർഡറിൽ നിന്ന് 35 കിലോമീറ്റർ മാത്രം അകലെ ഇരിക്കുന്ന സുരുളി ആറ്റിലിരിക്കുന്ന ഒരു ബുദ്ധശില്പമുണ്ട്. അതിന്റെയും തല തകർത്തിരിക്കുകയാണ്. അപ്പോ കേരളത്തിൽ എവിടെ നിന്ന് കിട്ടിയാലും ഇപ്പൊ പള്ളിക്കൽ, അടൂരൊരു പള്ളിക്കലുണ്ട്. അടൂർ പള്ളിക്കലിനടുത്ത് തലവെട്ടി തേവര അയ്യം എന്ന് തന്നെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡിംഗ് ബോധിസത്വ ശില്പത്തിന്റെ തല വെട്ടിയിരുന്നു. അതുകൊണ്ട് ആ തലവെട്ടി തേവർ എന്ന് അത് അറിയപ്പെട്ടു. ആദ്യം തേവരായിരുന്നു, അതിനെ തലവെട്ടിയപ്പോൾ തലവെട്ടി തേവർ എന്ന് ബഹുജനങ്ങൾ വിളിച്ചു. ഇപ്പോൾ സുരുളിയാറ്റിൽ എല്ലപ്പട്ടി എന്ന് പറയുന്ന കമ്പംവാലിയിലുള്ള ഈ കുമളിക്ക് അടുത്തുള്ള ബുദ്ധന്റെ തല തകർത്തിരിക്കുകയാണ്. തലവെട്ടി മുനിയപ്പൻ, തലൈവെട്ടി മുനിയപ്പൻ എന്നാണ്. മുനിയപ്പനായിരുന്നു, ശാക്യ ജനമുനിയാണ് ഈ മുനിയപ്പൻ. ശാക്യമുനി എന്ന് പറയുന്ന ബുദ്ധന്റെ പേരാണ്. അദ്ദേഹം ശാക്യ വംശജനായതുകൊണ്ടാണ് ശാക്യമുനി എന്ന് വിളിക്കുന്നത്. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലും തമിഴകത്തും ഒക്കെ കിട്ടിയിട്ടുള്ള പോണ്ടിച്ചേരി മ്യൂസിയത്തിലേക്ക് നിങ്ങൾ ചെന്നാൽ ഒരു 5-6 തലൈവെട്ടി മുനിയപ്പനാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ മാരി സെൽവരാജിന്റെയോ പാരഞ്ജിത്തിന്റെയോ ഒക്കെ സിനിമകളിൽ തന്നെ ഈ തല തകർത്ത ബുദ്ധശില്പങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ അവര് ഫോക്കസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചലച്ചിത്രത്തിലേക്ക്, ജനപ്രിയ ചലച്ചിത്രത്തിൽ തന്നെ അവരതിനെ ഉപയോഗിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ദക്ഷിണേന്ത്യയിലും ഇന്ത്യയിലും ഒക്കെ കിട്ടിയിട്ടുള്ള എല്ലാ ബുദ്ധശില്പങ്ങളിലും വലിയ ഹിംസയുടെ അടയാളങ്ങളാണ് നാം കാണുന്നത്. അപ്പൊ ഒരു കരിങ്കല്ലിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ശില്പത്തെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശില്പത്തിന്റെ തന്നെ തല കണ്ടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരോട് ചെയ്തിട്ടുള്ള ഹിംസ എന്തായിരിക്കും? കേരളത്തിൽ തന്നെ അതിനുള്ള തെളിവുകളുണ്ട്. കഴിവേറ്റലുകളാണ് നടന്നത്. കഴിവേറ്റിക്കൊണ്ടാണ് ബുദ്ധിസത്തെ 10, 12, 15, 16 നൂറ്റാണ്ട് വരെ ബുദ്ധിസത്തിന്റെ അടയാളങ്ങൾ നിലനിന്നിരുന്നു.
അത് കഴിവേറ്റലിലൂടെയും ഭീകരമായ ഹിംസയിലൂടെയും. ഇവിടെ അടുത്ത അശമനൂരാണ് ഒരു രണ്ട് കഴിവേറ്റി കല്ലുകൾ നിൽക്കുന്നത്. അശോക മന്നരുടെ ഊരാണ്. പെരിയാർ തടത്തിൽ നമ്മുടെ പെരുമ്പാവൂരിന് കിഴക്കുവശത്തായിട്ട് ഉള്ള കല്ലിലമ്പലം എന്ന് പറയുന്നത് ജൈനവും ബൗദ്ധവുമായിരുന്ന പ്രാചീനമായ ഒരു ശിലാവിഹാരം, ഒരു പള്ളിയായിരുന്നു കല്ലിലമ്പലം. മേത്തല കല്ലിലമ്പലം എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ ജൈനമായ അവശിഷ്ടങ്ങളും ബൗദ്ധമായ എഴുത്തുകളുടെ കോറലുകളുടെ അവശിഷ്ടങ്ങളും കാണാവുന്നതാണ്. അപ്പോ കല്ലിലമ്പലത്തിന് കിഴക്കുള്ള സ്ഥലമാണ് അശമന്നൂർ. അശോക മന്നരുടെ ഊരാണ് അശമന്നൂർ എന്ന് പറയുന്നത്. രായമംഗലം എന്ന മറ്റൊരു പഞ്ചായത്ത് അവിടെയുണ്ട്. രായ അശോകോ എന്നുള്ള പേരിൽ നിന്നാണ് രായമംഗലം വരുന്നത്. കർണാടകയിലെ അശോകന്റെ അന്ത്യവിശ്രമ സ്ഥാനത്താണ് സന്നദ്ധി എന്ന് പറയുന്ന മഹാസ്തൂപം ഉള്ളത്. അവിടെയാണ് രായ അശോകോ എന്നാണ് അവിടെ അശോകന്റെ പോർട്രേറ്റ് റിലീഫിന്റെ അർത്ഥഛായാ ശില്പത്തിന്റെ താഴെ ധമ്മലിപിയിൽ ബ്രാഹ്മി എന്ന് വിളിക്കുന്ന പ്രാചീനമായ ബുദ്ധ വചനം പാലി ഭാഷ എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിപിയാണ് ധമ്മലിപി. അശോകൻ ബുദ്ധന്റെ ധമ്മത്തെ, നീതി സന്ദേശത്തെ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച ലിപി ആയതുകൊണ്ട് അതിന് ധമ്മലിപി എന്നാണ് ബൗദ്ധമായി പറഞ്ഞത്. പിന്നീട് ഓറിയന്റലിസ്റ്റുകളും എപ്പിഗ്രാഫിസ്റ്റുകളും ഒക്കെ വളർന്നപ്പോൾ കൊളോണിയൽ ആയിട്ടുള്ള നോളജ് സിസ്റ്റത്തിനകത്ത് അതിനെ ബ്രാഹ്മി എന്ന് വിളിച്ചു. അപ്പൊ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് ആ ബ്രാഹ്മി ലിപിയിലെ രായ അശോകോ എന്ന് എഴുതുന്നു. അതിൽ നിന്നാണ് ഈ രായമംഗലം. മംഗലം എന്ന് പറയുന്ന അശോകന്റെ ബുദ്ധന്റെ മാതാവാണ് മായാദേവി ഞാൻ സൂചിപ്പിച്ചു. ആ മായാദേവി അല്ലെങ്കിൽ മഹാമായയുടെ പേരിലായിരുന്നു എല്ലാ സംഘാരാമങ്ങളും അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഭിക്ഷുണികൾ വന്ന് മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് നമുക്ക് തണ്ണീരും അതുപോലെ തന്നെ ഔഷധങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാവുകൾ എന്നറിയപ്പെടുന്ന സംഘാരാമങ്ങൾ, അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴത്തെ കാവുകൾ. അപ്പൊ അതെല്ലാം മഹാമായയുടെ പേരിലായിരുന്നു. അവരെയാണ് മംഗളാദേവിയായിട്ട്, സർവമംഗളകാരിണിയായിട്ട്, മംഗളത്തിന്റെ ഒരു മൂർത്തിഭാവമായിട്ടാണ് ബുദ്ധന്റെ മാതാവിനെ ബുദ്ധിസത്തിൽ കൽപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഈ മംഗളം അല്ലെങ്കിൽ മംഗളാദേവി കോട്ടമാണ് കുമളിയിൽ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച ഈ കമ്പംവാലിയുടെ മുകളിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ചേരൻ ചെങ്കുട്ടുവൻ മംഗളാദേവിയെയാണ് യഥാർത്ഥത്തിൽ കുമളിയിലും അതുപോലെ ആറ്റുകാലിലും കൊടുങ്ങല്ലൂരിലും പ്രതിഷ്ഠിച്ചത്. രണ്ടാം നൂറ്റാണ്ടിൽ നടന്ന ചേരൻ ചെങ്കുട്ടുവന്റെ പ്രതിഷ്ഠയാണ് ഈ മൂന്നും. ഇവിടെയൊക്കെയാണ് പിന്നീട് നമുക്ക് അടുത്ത കാലത്തും ഈ കൊടുങ്ങല്ലൂരിലെ ഈ കാവിന്റെ, ഇപ്പോഴും കാവ് എന്നാണ് പറയുന്നത്, ക്ഷേത്രമാക്കി മാറ്റിയിരിക്കുക. അപ്പൊ കാവ് എന്ന് പറയുന്നത് സംസ്കൃത പദത്തിൽ അല്ല, അമ്പലം എന്ന പദം പോലും സംസ്കൃത പദമല്ല. അൻപിന്റെ അളവാണ് അമ്പലം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ, മഹാകരുണയുടെ, അൻപിന്റെ, അനുകമ്പയുടെ, അരുളിന്റെ ഇടം എന്നാണ് അളം എന്നാണ് അർത്ഥം. ദ്രാവിഡമാണ്, ദ്രാവിഡ ഭാഷയിൽ നിന്നുള്ളതാണ്, തമിഴിൽ നിന്നുള്ള വാക്കുകളാണ് അമ്പലം പോലും. അപ്പൊ ഇതെല്ലാമാണ് ഈ കാവുകളെയും അമ്പലങ്ങളെയുമാണ് ക്ഷേത്രവൽക്കരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അശോകൻ തെരവാദ ശംഖാരാമങ്ങളും വിഹാരങ്ങളും പള്ളികളും ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇങ്ങനെ വലിയ ഹിംസകളിലൂടെയാണ്, വംശഹത്യകളിലൂടെയാണ് ഇന്ത്യൻ ഫാഷിസം എന്ന് പറയാവുന്ന ഈ ബ്രാഹ്മണിക ഹൈന്ദവ പരിപാടി, കർമ്മപരിപാടി, പഥസഞ്ചലനങ്ങളിലൂടെ ബാബറി പള്ളി തകർത്ത് നമ്മൾക്ക് ഇപ്പോൾ കാണാവുന്ന അതിന്റെ ഒരു ഉദാഹരണം. ഈ പള്ളി തകർക്കുക അല്ലെങ്കിൽ പള്ളി പൊളിക്കുക എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. ഇനി ബാക്കി ഹേ എന്നുള്ളതാണല്ലോ അവരുടെ മുദ്രാവാക്യം. കാശി മധുര ബാക്കി ഹേ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന വർണ്ണാശ്രമ ധർമ്മത്തിന് ഗ്ലാനി ഭവിക്കുന്നത് എവിടെയോ അവിടെ അഭ്യുത്ഥാനം ചെയ്യും എന്നാണ് ഈ പറയുന്ന ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ പരമ്പര കൊലയാളിയായ ദൈവം ഇവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു. ഞങ്ങൾ സംസാരിക്കുകയും ലോകത്ത് കൊല്ലാൻ പഠിപ്പിക്കുകയും മുഖം നോക്കാതെ സ്വന്തം സഹോദരങ്ങളെയും മാതാപിതാക്കളെയും അമ്മാവന്മാരെയും പിതാമഹനെ പോലും, പ്രായാധിക്യമുള്ള പിതാമഹനെ പോലും മുഖം നോക്കാതെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന, അതിന് തുടക്കടിച്ചു കാണിക്കുന്ന ഒരു ദൈവവും അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകവും ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു ലളിതമായ ചോദ്യം. എന്താണ് സഹോദരൻ ചോദിച്ചത്? ഗുരു കവിതയിലത് എഴുതി. ഞാൻ പറഞ്ഞു 13-14 കാലത്ത് തന്നെ എഴുതി. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിതിലും കൊല്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ, അലായെങ്കിൽ മൃഗത്തിനു തുല്യനവൻ എന്നാണ് ഗുരു എഴുതിയത്. അതുകൊണ്ട് തന്നെ സഹോദരൻ 25-ൽ 10 വർഷം കഴിഞ്ഞ് 11 വർഷം കഴിഞ്ഞ് ഗാന്ധിജി നേരിട്ട് വന്ന് ഗുരുവിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താ താങ്കളുടെ മിസ്റ്റർ ഗാന്ധി, ഈ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലേ?
ഇദ്ദേഹത്തിന്റെ പേരും ഹരി എന്ന് വിളിച്ചാണോ താങ്കൾ നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചത്. പക്ഷെ ഇതൊന്നും മനസ്സിലാകുന്നില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് ചെറുപ്പം മുതൽ നമ്മളെ ഇത് പഠിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ വ്യവസ്ഥയിലൂടെ, അതുപോലെ ബോധനതന്ത്രങ്ങളിലൂടെ, മാധ്യമ ഭാഷയിലൂടെ, അതുപോലെ എല്ലാ സമഗ്രമായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ വ്യവഹാരങ്ങൾ, പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെയും അച്ചടി മാധ്യമങ്ങളുടെയും ചാനലുകളുടെയും അതുപോലെ തന്നെ നമ്മുടെ അക്കാദമികളുടെയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, പെഡഗോജി എന്ന് പറയുന്ന ബോധനതന്ത്രത്തിന്റെയും ഒക്കെ തന്നെ പൊതുവ്യവഹാരങ്ങളിലെല്ലാം നിറയുന്നത് ഈ ഹൈന്ദവമായ സോക്കോൾ പാരമ്പര്യങ്ങളും ഹൈന്ദവമായ പദാവലികളും ഹൈന്ദവമായ ആശയങ്ങളും ഹൈന്ദവമായ മൂല്യങ്ങളും. വർണ്ണാശ്രമം, ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ഈ വർണ്ണാശ്രമതം, വേർഡ് പേർഷ്യൻ ഉറുദു പദമാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ കൂടെ തള്ളുന്ന യഥാർത്ഥത്തിലുള്ള വിഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വർണ്ണാശ്രമധർമ്മത്തിന്റെ വൈദിക വർണ്ണാശ്രമധർമ്മത്തിന്റെ ബ്രാഹ്മണികമായ കാളകൂടമാണ് വമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരു ആമുഖം മാത്രമേ ഞാനിതിനെ സൂചിപ്പിച്ചുള്ളൂ. യഥാർത്ഥത്തിൽ ബുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്, അതിനെ തകർത്തത് ആരാണ് എന്ന് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ഉദാഹരണങ്ങളിലൂടെ ഒന്ന് സൂചിതമാക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. ഏതായാലും ഈ ബുദ്ധപൂർണിമയുടെ മഹാനായ ഗൗതമ ബുദ്ധന്റെ അദ്ദേഹത്തിന്റെ ദൈവത്തെയും ആത്മാവിനെയും നിരാകരിച്ച ഒരു യുക്തിതനായിരുന്നു എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. അതാണ് ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും പ്രത്യേകത. ദൈവവുമില്ല, ആത്മാവുമില്ല, ഉള്ളതെന്താണ്? ധമ്മം മാത്രമേ ഉള്ളൂ. ധമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മിക നീതി നിയമങ്ങൾ. ഈ ലോകത്ത് മനുഷ്യരും ജീവചരാചരങ്ങളും മനുഷ്യരും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം നിലനിൽക്കാൻ, ഇത് മുന്നോട്ട് പോകാൻ ആവശ്യമായ നീതി നിയമങ്ങൾ, സത്യത്തിനും നീതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ധാർമ്മിക ചിന്ത, അതിനാണ് ധമ്മം. അശോകൻ തന്നെ ഭരണഘടനയായി സ്വീകരിച്ചത് അതാണ്. നമ്മുടെ ആധുനിക ഇന്ത്യൻ ഭരണഘടനയുടെ ബാബാ സാഹേബ് ഉണ്ടാക്കിയതിന്റെ ഇപ്പോൾ ഈ സാമ്പത്തിക സംവരണം ചെലുത്തി 103ാമത്തെ അടക്കമുള്ള ഭേദഗതി നടത്തിയ ഭരണഘടനയല്ല, അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയുടെ ആധാരം ബുദ്ധന്റെ ഈ ഉൾക്കൊള്ളലിന്റെയും പ്രാതിനിധ്യത്തിന്റെയും ചിന്തയാണ്, ജനായത്വ ചിന്തയാണെന്ന് അംബേദ്കർ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ ആ ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ ബാബാ സാഹേബ് വിഭാവനം ചെയ്ത ഇന്ത്യൻ ജനായത്വ ഭരണഘടനയുടെ അന്തസ്സത്തയായിരിക്കുന്ന തത്വവും, അതുപോലെ തന്നെ ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരത്തിന്റെ സിന്ധു നാഗരികത മുതലുള്ള സംസ്കാരത്തിന്റെ അടിത്തറയായിരിക്കുന്ന തത്വവും ഈ ധാർമ്മിക നിയമമാണ്. അപ്പോ അത് യഥാർത്ഥത്തിൽ മറ്റൊന്നുമല്ല, കരുണയും മൈത്രിയും സാഹോദര്യവും മാത്രമാണ്. പ്രപഞ്ച സാഹോദര്യം, വിശ്വ സാഹോദര്യം, എല്ലാത്തിനോടും അനുകമ്പ, എല്ലാത്തിനോടും സഹഭാവം, എല്ലാത്തിനോടും കരുണ, പ്രജ്ഞ, മൈത്രി, മുദിത്വ, ഉപേക്ഷ എന്ന് പറയുന്ന ബുദ്ധന്റെ ആശയ ലോകമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ പാരമ്പര്യവും നമ്മുടെ ഭരണഘടനയുടെ ആധാരമായി ബാബാ സാഹേബ് എഴുതി ചേർത്തിരിക്കുന്ന, അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്നതിന്റെ മൂല്യവ്യവസ്ഥയുടെ അടിത്തറയും എന്ന് മാത്രം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം, അതിനെ തിരിച്ചറിയാനും ഒരു സാമ്പ്രദായിക മതമല്ല ബുദ്ധിസം എന്ന് ഞാൻ പറഞ്ഞു. ബുദ്ധന്റെ കാലത്തും അങ്ങനെയല്ല. പിന്നീട് അതിൽ ബ്രാഹ്മണികമായ പല നുഴഞ്ഞുകയറ്റങ്ങളും നടന്നു, അതിൽ പല പിളർപ്പുകളും ഉണ്ടാക്കി, പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കി, ബ്രാഹ്മണികമായ ഒരു ബുദ്ധമതത്തെ ഉണ്ടാക്കിയതിനാണ് മഹായാനം എന്ന് പറയുന്നത്. പിന്നെ താന്ത്രിക പാരമ്പര്യങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ചില പ്രതിരോധങ്ങളും വ്യതിചലനങ്ങളും ഉണ്ടായി, അതിനാണ് തന്ത്രയാനങ്ങൾ എന്ന് പറയുന്ന നിരവധി താന്ത്രിക ബുദ്ധമത ധാരകളുണ്ടായി. ഇതിനെയെല്ലാം ബ്രാഹ്മണിസം 16ാം നൂറ്റാണ്ടോടുകൂടി പിന്നെ കേരളത്തിൽ ചേർന്നാസ് നമ്പൂതിരിപ്പാട് ആ തന്ത്രസമുച്ചയം എഴുതി എന്ന് പറയുന്നത് പോലെ അതിനെയൊക്കെ സ്വാംശീകരിച്ച് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ബ്രാഹ്മണ്യത്തിന്റെ ഭീകരമായ ഹിംസകളെ കുറിച്ചുള്ള ബാബാ സാഹേബ് വ്യക്തമാക്കിയിട്ടുള്ളത് പോലെ ഇന്ത്യ ചരിത്രം തന്നെ യഥാർത്ഥത്തിൽ ബുദ്ധിസവും ബ്രാഹ്മണിസവും തമ്മിലുള്ള ഭീകരമായിട്ടുള്ള പോരാട്ടങ്ങളുടെയും കിടമത്സരങ്ങളുടെയും ഒക്കെ തന്നെ ചരിത്രമാണ് എന്ന വീക്ഷണം ഇവിടെ ഒന്നുകൂടി പ്രസക്തമായി വരികയാണ്. ബുദ്ധപൂർണിമയുടെ എല്ലാ ആശംസകളും മംഗളാശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരുന്നു. സാധാരണ അയ്യപ്പനാണ് വൈശാഖ പൗർണമി എന്ന് പറയുന്ന ആ കവിതയിലൂടെ 1920കളിൽ തന്നെ കേരളത്തെ ബുദ്ധന്റെ ജന്മദിനം, അദ്ദേഹത്തിന്റെ മഹാപരിനിർവാണം, ബോധോദയം ഒത്തുവരുന്ന വൈശാഖത്തിന്റെ പൗർണമിയെ കുറിച്ച് പാടി ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത്. പൊങ്ങിനാൻ വൈശാഖത്തിൻ പൗർണമി ചന്ദ്രൻ സർവസന്താപ തമോവഹൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്
അദ്ദേഹം ആ കവിതയിൽ വൈശാഖത്തിന്റെ പൗർണമി ചന്ദ്രനായി ബുദ്ധന്റെ ഒരു ബിംബം അവതരിപ്പിച്ചിട്ടുള്ളത്. സഹോദരൻ അയ്യപ്പന്റെ കവിതകൾ, ഗുരുവിന്റെ ആശയലോകം, തിരുവള്ളുവരുടെ ആശയലോകം, മണിമേഖലയുടെയും തിരുക്കുറലിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇളങ്കോയുടെ ശിലപ്പതികാരത്തിന്റെയും ഒക്കെ പഞ്ചമഹാകാവ്യങ്ങളുടെ തമിഴിന്റെ സംഘ സാഹിത്യത്തിന്റെയും സംഘ സംസ്കാരത്തിന്റെയും ഒക്കെ പാരമ്പര്യം ഇതെല്ലാം തന്നെ ബുദ്ധിസത്തിലാണ് അടിയുറച്ചിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത് പുതിയ തലമുറയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഇത്തരത്തിലുള്ള ചർച്ചാ സദസ്സുകൾ ഉപകരിക്കപ്പെടട്ടെ. ഈ ഇന്ത്യൻ ഫാഷിസത്തെ, ഇന്ത്യൻ അധീശത്വം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഹെജുമണി അല്ലെങ്കിൽ ഇന്ത്യൻ ഐഡിയോളജി എന്ന് പറയുന്ന അടക്കം വിശദീകരിച്ചിട്ടുള്ള ഇന്ത്യൻ ഫാഷിസത്തെ വിശകലനം ചെയ്യാനും വിമർശിക്കാനും ചെറുക്കാനും ജനായത്തപരമായ ഇന്ത്യയെ വീണ്ടെടുക്കാനും നമ്മുടെ ഭരണഘടനയുടെ ആ ജനായത്ത മൂല്യം ബാബാ സാഹേബ് വിഭാവനം ചെയ്ത സാമൂഹ്യ ജനായത്വത്തിലും പങ്കാളിത്തത്തിലും പ്രാതിനിധ്യത്തിലും അടിയുറച്ച ഇന്ത്യയുടെ ഭരണഘടനയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന്റെ ഒരു ആധാരമായി നമ്മുടെ ഇത്തരം സംവാദങ്ങൾ തുടരട്ടെ, വളരെ സജീവമായി വരട്ടെ എന്ന ആശംസകളോടുകൂടി ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും എന്റെ വിനീതമായ